എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്നലെ വീഡിയോയിൽ ഈ മെഡിറ്റേഷനും അതിൻ്റെ മെച്യൂരിറ്റി ഓഫ് ദ സോൾ ലെവൽ എങ്ങനെ ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ ലേശം ഒന്ന് ടച്ച് ചെയ്ത് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ തന്നെ കുറച്ചും കൂടുതൽ എൻ്റെ ഗുരു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, അതിനെ നിങ്ങളുടെ കൂടെ പങ്കിടാമെന്ന് വിചാരിച്ചു. ഇതിൽ ഇന്നലെ തന്നെ ഞാൻ ഇൻഫൻറ്റ് സോള്, ബേബി സോള്, യങ് സോള്, മെച്യൂർഡ് സോള്, ഓൾഡ് സോള്, ട്രാൻസ്ഡെൻഡൽ സോൾ ആൻഡ് എൻലൈറ്റൻഡ് സോൾ, ഇത്രയും സോൾസിനെ കുറിച്ച്. സോൾ എന്ന് വെച്ചാൽ ആത്മ, ഓക്കെ, സോൾ എന്ന് വെച്ചാൽ ആത്മ. അപ്പം ഇത്രയും ടൈപ്സ് ഓഫ് സോൾസിനെ പറ്റിയൊക്കെ നമ്മൾ തൊട്ട് നോക്കിക്കൊണ്ട് പോയി. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൽ ആദ്യമേ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുവാണ്. അതായത് യാതൊരു കാരണവശാലും നിങ്ങൾ ഏത് സോളാ, ഏത് ലെവലിലുള്ള സോളാന്ന് വിചാരിച്ച് തല പുണ്ണാക്കരുത്. അതിനു വേണ്ടിയല്ല ഇതൊക്കെ നമ്മൾ പറയുന്നത്. നീ ഇന്ന സോളാ, ഞാൻ ഇന്ന സോളാ, ഞാൻ നിന്നെക്കാട്ടിലും വലുതാ, അവിടെയും നമുക്ക് പിന്നെ അഹങ്കാരമാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ചവരെ എന്ന് ഞാൻ ഇത് എൻ്റെ ഗുരുനാഥരുടെ അടുത്ത് ഒന്ന് പഠിച്ചോ അന്നോട്ട് ഞാൻ എങ്ങനെയാണോ ഞാൻ ഏത് സോളാന്നുള്ളതിനെ കാട്ടിലും ഇപ്പം ചിലരൊക്കെ വളരെ സില്ലിയായിട്ട് ബിഹേവ് ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. വളരെ ലോ ലെവലിൽ ചിലപ്പം സംസാരിക്കും. ചിലപ്പോൾ അവരുടെ പെരുമാറ്റം വളരെ ഇത്രയേ ഉള്ളോ എന്ന് നമ്മളെ വിചാരിപ്പിക്കാൻ വയ്ക്കും. അങ്ങനെ ഉള്ള ആ സമയത്ത് ഞാൻ മനസ്സിൽ എന്തോ വിചാരിക്കുന്നോ, ഇതൊക്കെ യങ് സോളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇൻഫൻറ്റ് സോളാണ്, ഇതൊക്കെ ബേബി സോളാണ്. ഇനി ഒരു 500 ജന്മങ്ങൾ എടുത്താലേ ഇതൊക്കെ നേരെ ആവത്തുള്ളൂ എന്ന് മാത്രം ഞാൻ വിചാരിച്ച് അങ്ങ് വിട്ടേക്കും. അപ്പം ഞാൻ അവരെക്കാട്ടിലും വലിയ സോളാണ്, ഞാൻ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ മെച്യൂർഡ് സോളാണ്, ഞാൻ ഓൾഡ് സോളാണ്, ഇവർക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യപ്പെടുത്തി നോക്കുന്നതിനല്ല നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അതായത് ചിലരുടെ പെരുമാറ്റം കാണുമ്പം നമുക്കേ തോന്നും. ചില കുഞ്ഞുങ്ങൾ, ചില കുട്ടികളെന്ന് വെച്ചാൽ ഒരു 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സിലൊക്കെ ഇരിക്കുമ്പം തന്നെ ഒരുപാട് ഈ പ്രയാസമുള്ള സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞാൽ കുട്ടികൾ എളുപ്പത്തിൽ മനസ്സിലാക്കും. അപ്പം നമുക്ക് മനസ്സിലാകും ഇതൊരു മെച്യൂർഡ് സോളാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രയാസത്തിനെയും ഇത്രയും ലഘുവായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കി ഇത്രയും ലഘുവായിട്ട് ആ കൊച്ചിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നേ എന്ന്. ചിലപ്പം ചില കുടുംബങ്ങളിൽ അമ്മ ഇൻഫൻറ്റ് സോളായിരിക്കും, മോള് അല്ലെങ്കിൽ മോന് മെച്യൂർഡ് സോളായിരിക്കും. അപ്പം ഈ മെച്യൂരിറ്റി ഓഫ് ദ സോൾ എന്ന് പറയുന്നത് നമ്മുടെ വയസ്സിനെ വെച്ചല്ല നമുക്ക് കണക്ക് കൂട്ടേണ്ടി. ആ മെച്യൂരിറ്റി ഓഫ് ദ സോൾ എതിലറിയുമെന്ന് വെച്ചാൽ നമ്മളുടെ പെരുമാറ്റത്തിൽ, ബിഹേവിയറിലാണ് നമുക്ക് അത് വെളി കാണിക്കുന്നത്. അത് ഒരു ലെവൽ. ഇപ്പം ഇന്ന് ഞാൻ കാര്യം പറയാൻ പോകുന്നതെല്ലാം എൻ്റെ പ്രദീപ് വിജയ് മാസ്റ്റർ പറഞ്ഞു തന്നതാണ്. അതിനെ ഞാൻ അങ്ങനെ നിങ്ങളോട് പങ്കുവയ്ക്കുവാണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ സയൻസ് ഓഫ് സോൾ. അതായത് ഈ സോളിനെ കുറിച്ചും ഇതേ തന്നെ ഈ ഇൻഫൻറ്റ് സോൾ, യങ് സോൾ, ഇതൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് കുറച്ചും കൂടെ വിസ്തരിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദ സോൾ, അതായത് ഒരു സോളിൻ്റെ ഗുണാതിശയങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും. ഇത് സ്പിരിച്വൽ സയൻസ് എന്നാണ് ഇതിൻ്റെ പേര്. സ്പിരിച്വൽ സയൻസ് എന്ന് വെച്ചാൽ ഈ ആത്മീയതയിൽ കൂടെ പോകുമ്പം നമുക്ക് ഇതൊക്കെ ഒരുപാട് അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഇപ്പം നമ്മൾ തന്നെ ഇൻഫൻറ്റ് സോളിൻ്റെ കൂട്ട് വളരെ സില്ലിയായിട്ട് ബിഹേവ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞെങ്കിലും നമ്മൾ മാറ്റാൻ പഠിക്കണം, നമുക്കറിയണം. അതിനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ മറ്റവരുടെ കൂടെ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്ത് ഞാൻ വലിയ ആളാണ്, നീ ഒന്നും അറിഞ്ഞൂടാ, നീ വന്ന് ഇൻഫൻറ്റ് സോളാണ്, ആരുടെടുത്തും നമ്മൾ അങ്ങനെ പോയി പറയരുത്. മനസ്സിൽ വെച്ചോണ്ടാലും നീ ഇൻഫൻറ്റ് സോളാണ്, നിനക്കൊന്നും അറിഞ്ഞൂടാ, ഒരു വിവരവും ഇല്ല, അങ്ങനെ ഒന്നും പറയാനല്ല നമ്മൾ ഇത് പഠിക്കുന്നത്.
അപ്പം അത് ഞാൻ നേരത്തെ കൂട്ടി എല്ലാവരുടെ അടുത്തും പറയുവാണ്. അതുമാത്രമല്ല ഇപ്പം 1-2 ചോദ്യങ്ങളെ വന്നിട്ടുണ്ട്, ഞാൻ മെച്യൂർഡ് സോളാണോ. അപ്പം അത് മാത്രമല്ല, ഒരാളിന് നീ മെച്യൂർഡ് സോളാ, നീ ഇൻഫൻറ്റ് സോളാ എന്നൊന്നും പറയാനൊക്കത്തില്ല. അതുമാത്രമല്ല, നമ്മൾ ചില സമയം മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യും, ചില സമയം സില്ലിയായിട്ട് ബിഹേവ് ചെയ്യും. അതൊക്കെയാണ് ഈ മനുഷ്യജന്മം എടുക്കുന്നതിനുണ്ടായ കാരണങ്ങൾ. നമ്മൾ എല്ലാ സമയവും മെച്യൂർഡായിട്ട് വലിയ എൻലൈറ്റൻഡായിട്ട് ഇരുന്നാലേ പിന്നെ നമ്മൾ ഈ ജന്മം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, നമ്മളൊരു മഹാനായിട്ട് ജനിച്ചിരിക്കുകയായിരുന്നല്ലോ, ഇല്ലയോ? അപ്പം നമ്മളൊക്കെ ആവറേജ് ആൾക്കാരാണ്, ശരാശരി മനുഷ്യരാണ്. അപ്പം പല രീതിയിലും നമുക്ക് പല വിധത്തിൽ പെരുമാറാൻ തോന്നും. പിന്നെ അതൊക്കെ മൈൻഡ്ഫുൾനെസ്സോടെ അവെയർനെസ്സോടെ കൈകാര്യം ചെയ്താൽ നല്ലത്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ സോൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ സോളിനും ഈ 8 ചക്രാസ് ഉണ്ടല്ലോ, സുഷുമ്നാ നാഡിയിൽ ഉള്ള 8 ചക്രാസിനും ഉള്ള കണക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ്, അതായത് ഞങ്ങളുടെ മാസ്റ്റർ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഈ ലോകത്തിലുള്ള ഒട്ടുമൊത്ത ആൾക്കാരെയും 8 രീതിയിൽ പിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഏതോ ഒരു തമിഴ് സിനിമയിൽ ഒരു പാട്ടുണ്ട് രജനിയുടെ, 8 വിധമായിട്ട് ആൾക്കാരെ പിരിക്കാമെന്ന്. അത് എപ്പോഴോ കാഷ്വലായിട്ട് എനിക്ക് കേട്ടത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. അതുപോലെ ഇത് എൻ്റെ ഗുരു പറഞ്ഞു തന്നതാണ്. അതായത് നമ്മുടെ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നാഡിയാണ്, നട്ടെല്ലിനകത്തൂടെ ഉള്ളത്. അത് മൂലാധാരത്തിലിരുന്ന് സഹസ്രാരം വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു നാഡിയാണ്. ഓക്കെ, ആ നാഡിയിലാണ് ഈ ചക്രാസ് എല്ലാം ഉള്ളത്. അപ്പം ചക്രാസിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. തീരെയും താഴെ മലദ്വാരത്തിൻ്റെ അടുത്തുള്ളതാണ് മൂലാധാരം. അതിന് പിന്നെ മോളിയുള്ളത് സ്വാധിഷ്ഠാനം, ബുക്കിളിൻ്റെ അടുത്തുള്ളത് മണിപൂരകം, നെഞ്ചിൻ്റെ അടുത്തുള്ളത് അനാഹതം, തൊണ്ടക്കുഴിയിലുള്ളത് വിശുദ്ധി, ഇവിടെ നെറ്റിയിലുള്ളത് ജ്ഞാനക്കൺ അല്ലെങ്കിൽ ആജ്ഞാചക്ര, പിന്നെ ഉച്ചിയിലുള്ളത് സഹസ്രാര ചക്ര. ഇതിന് മേളിൽ ഒന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ ചക്രാസിനെ കുറിച്ചും നാഡീസിനെ കുറിച്ചും ഒക്കെ വേറെ ഒരുപാട് പഠിക്കാനുണ്ട്, അതൊക്കെ അപ്പം പഠിക്കാം. ഇപ്പം നമുക്ക് ഒരേ ഒരു പോയിൻറ്റ്, സോൾ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ സോൾ മെച്യൂരിറ്റിയും ഈ ചക്ര ആക്ടിവേഷനും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന്. അപ്പം ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ 8 കാറ്റഗറി ആയിട്ട് പിരിച്ചിരിക്കുന്നു. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ഈ സർവൈവൽ ഫോക്കസ്ഡ് ആണ്. ഈ സർവൈവൽ ഫോക്കസ്ഡ് എന്ന് വെച്ചാൽ എന്തുവാ, ഓൾമോസ്റ്റ് അനിമൽസിൻ്റെ കൂട്ട്. ഈ അനിമൽസിനെ എടുത്തോണം, മൃഗങ്ങൾക്ക് എന്തുവാ, എങ്ങനെയെങ്കിലും ജീവിക്കണം, വിശന്നാൽ അടിച്ചോ കൊന്നോ വേട്ടയാടിയോ എങ്ങനെയെങ്കിലും വയറിൻ്റെ വിശപ്പ് മാറാൻ കഴിക്കണം. പിന്നെ വിശക്കുന്നതിന് കഴിക്കണം, ഉറങ്ങണം, പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇനവിരുത്തി കുട്ടികളുണ്ടാക്കുക, മുട്ടയിടുക അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുക. ഇത് 3ലും മാത്രമേ അനിമൽസിന് പറഞ്ഞിട്ടുള്ളൂ. അതത്രയോ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ആത്മായെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ മുക്തിയെക്കുറിച്ചോ ഒന്നും അറിയാൻ പറഞ്ഞിട്ടില്ല. അതാണ് ബേസിക് ലെവൽ. അപ്പം നമ്മൾ ഈ അനിമൽ ലെവലിൽ നിന്ന് പരിണാമ വളർച്ചയിൽ മനുഷ്യ ജന്മം എടുക്കുന്നു. ഓക്കെ, അനിമൽ ലെവലിനെക്കാട്ടിലും ഹയർ ലെവലാണ് ഈ മനുഷ്യജന്മം. പക്ഷേ ഈ മനുഷ്യജന്മത്ത് തന്നെ ഒരു 10, 20, 100 ജന്മങ്ങളെ എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പം ആത്മായ്ക്ക്, സോളിന് വലിയ മെച്യൂരിറ്റി കാണത്തില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ആൾക്കാരും ഈ സർവൈവൽ ബേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സർവൈവൽ ബേസ് എന്ന് വെച്ചാൽ എന്തുവാ, നല്ല കഴിക്കണം, നല്ല ഉറങ്ങണം, വയസ്സാകുമ്പം കല്യാണം കഴിക്കണം, കുട്ടികളെ പറഞ്ഞണം, അങ്ങനെ മെക്കാനിക്കലായിട്ട് പോകണം, അത്രയേ ഉള്ളൂ. അതിന് മുകളിൽ യാതൊരു ചിന്തയും വേണ്ട. ഇത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ കൈലാഷ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് മുക്തിയെ നോക്കി നമ്മൾ പോകുന്ന ഒരു പാതയാണ്, അതൊക്കെ ഒന്ന് കേൾക്കണം. അയ്യേ, നമുക്കതൊന്നും വേണ്ട, എനിക്കിതൊന്നും ഇഷ്ടമേ ഇല്ല.
എനിക്കിതൊന്നും ഇഷ്ടമേ ഇല്ല, എനിക്കിതൊന്നും വേണ്ട. അപ്പം എടുത്ത വാക്കിലേ അങ്ങനെ പറയുവാണെങ്കിൽ അവരുടെ കർമ്മ അവരെ ഇത് കേൾക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാം ഇത് ദിവസവും കേൾക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നമ്മൾ കമൻസ് എഴുതുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് നമ്മൾ നടത്തുന്നു. അപ്പം ഡെഫിനറ്റായിട്ടും നമ്മൾ ഇവരെക്കാട്ടിലും ഒരു പടി മേലെയാണ്, അത്രയും ഞാൻ പറയാം. എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് ഇതൊന്നും എനിക്കിഷ്ടമേ ഇല്ല, ചേച്ചേ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതോടെ നിർത്തും. അപ്പം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിക്കും, നിനക്കിനി സമയമായിട്ടില്ല, അത്രയും ലെവലിൽ പോലും നീ ഉയർന്നിട്ടില്ല. അതാണ് സിമ്പിൾ. ഓക്കെ, അപ്പം ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വെറും മൃഗങ്ങളുടെ കൂട്ട് കഴിക്കുക, ഉറങ്ങുക, കുട്ടികളിടുക, അല്ലെങ്കിൽ മുട്ടയിടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഏത് ലെവലിലുള്ള ചക്രയാണ് ആക്റ്റീവായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മൂലാധാര ചക്ര. മൂലാധാര ചക്ര എന്ന് പറയുന്നത് മലദ്വാരത്തിന് അടുത്തുള്ള ചക്രയാണ്. അത് മൂല ആധാരം, അതായത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഉള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ചക്രാസിൽ ഉണ്ട്. ആ ചക്രാസ് അല്ല, ആ ചക്രയിലുണ്ട്. ഏത് ചക്ര? മൂലാധാര ചക്രയിലുണ്ട്. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് മൂലാധാര ചക്രയിൽ മെയിനായിട്ട് പതിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൂലാധാര ചക്ര മാത്രം ആക്ടിവേറ്റ് ആകുന്നവരെയാണ് ഫസ്റ്റ് കാറ്റഗറി. അവർ അനിമൽസിനെക്കാട്ടിലും മനുഷ്യ രൂപത്തിലിരിക്കുന്നു, പക്ഷേ സ്വഭാവങ്ങളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. അവർക്ക് അതിന് മുകളിൽ ഒന്നുമേ വേണ്ട, അവർക്ക് പറഞ്ഞാലും തലയിൽ കയറത്തില്ല, അവർക്ക് അതിൽ ഇൻട്രസ്റ്റും ഇല്ല. അപ്പം അവരുടെ സോൾ എന്തൊരു സോളായിരിക്കും? ഡെഫിനറ്റായിട്ടും ഇൻഫൻറ്റ് സോളായിരിക്കും, അല്ലെങ്കിൽ ബേബി സോളായിരിക്കും. ഒരു 100, 150, 200 ജന്മങ്ങളെ അവരെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അവർക്ക് പഠിക്കാൻ ഒരുപാട് കിടപ്പുണ്ട് എന്ന് അർത്ഥം. ഇത് ഫസ്റ്റ് കാറ്റഗറി. ഓക്കെ, മൂലാധാര ചക്ര ആക്ടിവേറ്റ് ആയ ആൾക്കാർ. രണ്ടാമത് ചക്ര സ്വാധിഷ്ഠാനം. ഒരു മൂലാധാരത്തിൽ നിന്ന് ഒരു 4 കൈവിരൽ ഇടയിൽ നിന്ന് മേളിയിരിക്കുന്നതാണ് സ്വാധിഷ്ഠാനം. ഈ സ്വാധിഷ്ഠാനത്തിലുള്ളവർക്ക് അവർ ആദ്യത്തെ കാറ്റഗറിയെക്കാട്ടിലും ഇത് രണ്ടാമത്തെ കാറ്റഗറി. ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർ ഒരു ഷെയ്ഡ് ബെറ്റർ, ഒരു സ്റ്റെപ്പ് അബവ്, ഒരു സ്റ്റെപ്പ് മുകളിലാണ്. അപ്പം അവർക്കും ഇത് തന്നെയാണ്, കഴിക്കണം, ഉറങ്ങണം, കുട്ടികളെ ഉണ്ടാക്കണം, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സുഖബോധത്തിൽ അങ്ങ് കഴിയണം. പിന്നെ ഒരേ ഒരു കാര്യം, ഇവർക്ക് മറ്റവരെക്കാട്ടിലും വലിയ ആളാകാൻ താല്പര്യമുണ്ട്. അതായത് ഞാൻ വലിയ നേതാവാണ്. ഇതാണ് ഈ മൂലാധാരത്തിൻ്റെ ആക്ടിവേഷനെക്കാട്ടിലും ഒരു പടി മേലെ സ്വാധിഷ്ഠാന ചക്രം ആക്ടിവേറ്റ് ആകുമ്പോൾ. അപ്പം ഈ 3 ക്രിയ അല്ലാതെ ഒരു ഷെയ്ഡ് അവർക്ക് ബെറ്റർ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലീഡറാണ്, ഞാൻ നിന്നെക്കാട്ടിലും എത്രയോ ബെറ്ററാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു അഹങ്കാരം എന്ന് വെച്ചാൽ ഒരു അഹംഭാവം, ഒരു തലക്കനം, ഈഗോ, അതാണ് ഇവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അവർക്ക് മറ്റവരെ ഭരിക്കണം. ഈ ഭരിക്കുന്നത് കൂടെ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല, ഈ തലക്കനം കൊണ്ടാണ് ഭരിക്കാൻ വരുന്നത്. ഈ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓവർ പവർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മണിപൂരക ചക്ര ആക്ടിവേറ്റ് ആയവർ. ഓക്കെ, അപ്പോൾ ഈ മണിപൂരക ചക്ര ആക്ടിവേറ്റ് ആകുമ്പം അവർക്കെന്തുവാ, അതായത് അകത്ത് വെറും പൊള്ളയായിരിക്കും. ഈ മനസ്സിൻ്റെ പക്വത എന്ന് ഒന്നുമേ ഇല്ല. പക്ഷേ വെളിയിൽ ഷോ കാണിക്കും, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം തികഞ്ഞ ആളാണ് എന്നുള്ള ഒരു ഷോ. അതുമാത്രമല്ല, ഈ മണിപൂരക ചക്ര ആക്ടിവേറ്റ് ആകുന്നവർക്ക് നല്ല പഠിത്തം കാണും. അവർക്ക് സത്യമായിട്ടും ഷോ കാണും, ഷോ അല്ലാതെയും അവർക്ക് അറിവ് കാണും. വലിയ വലിയ പഠിത്തങ്ങളൊക്കെ പഠിച്ചിരിക്കും, MA, PhD അങ്ങനെയൊക്കെ പോയിരിക്കും. സാൻസ്ക്രിറ്റിൽ PhD, ഡോക്ടറേറ്റ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അവർക്കും അവരുടെ ഇത് എന്തുവാ, ഒരു ബേബി സോളാണ്.
ബേബി സോളിൻ്റെ ലെവലിലാണ്. അപ്പം ഇൻഫൻറ്റ് സോളും ബേബി സോളും അടുത്ത ഇവർ ഈ മണിപ്പൂരക ചക്രയിൽ എന്ന് പറയുന്നവർ യങ് സോൾ, വളരെ യങ് സോള്, മേ ബി ഒരു 300 ജന്മങ്ങളെടുത്ത് കാണും, അതോടെ ശരി. അപ്പം അവരുടെ വളർച്ച, അവരുടെ ആത്മാവിൻ്റെ വളർച്ചയും അത്രയ്ക്കത്രേ കാണത്തുള്ളൂ. അതാണ് മണിപ്പൂരക ചക്ര. 4ാമത് ചക്ര ഏത്? നെഞ്ചുകുഴിയിലുള്ളത് അനാഹത ചക്ര. എപ്പോഴുമേ ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം ഈ 3 ചക്രാസിനെയും ലോവർ ചക്രാസ് എന്ന് പറയും. ലോവർ ചക്രാസ് എന്ന് വെച്ചാൽ ബേസിക്സ് മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. അതേ സമയത്ത് വിശുദ്ധി, തൊണ്ടക്കുഴിയിലുള്ളത് വിശുദ്ധി, ആജ്ഞ, സഹസ്രാര, ഇത് 3ഉം ഹയർ ചക്ര എന്ന് പറയും. ഹയർ ചക്ര എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ഉയർന്ന ചക്രാസാണ് അത്. അപ്പം ഈ 3 ലോവർ ചക്രാസിനെയും ഈ 3 ഹയർ ചക്രാസിനെയും കണക്ട് ചെയ്യുന്നതാണ് ഈ അനാഹത ചക്ര. ഓക്കെ, ഈ നെഞ്ചുകുഴിയിലുള്ളത്, നെഞ്ചുകുഴി വെച്ചാൽ ഇവിടെ നെഞ്ചത്തുള്ളതാണ് അനാഹത ചക്ര. ഓക്കെ, ഇപ്പം ഈ 4ാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അവർക്ക് ഈ അനാഹത ചക്ര വരെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അനാഹത ചക്ര ആക്ടിവേറ്റ് ആകുമ്പം അവർക്ക് അവർ ശരിക്കും നിറച്ച് പഠിച്ചിരിക്കും. ഈ 3ാമത്തെ കാറ്റഗറിയിലേ നല്ല പഠിത്തമുണ്ട്. അപ്പോൾ ഈ അനാഹത ചക്രയിലും നല്ല പഠിത്തം, നല്ല സ്കോളേഴ്സ് ആയിരിക്കും, പാണ്ഡിത്യമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്ക് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അവർക്ക് ഒരുപാട് അറിയാം, പക്ഷേ അതൊന്നും വെളിയിൽ കാണിക്കത്തില്ല. ഇപ്പോൾ ഈ മണിപൂരകത്തിൽ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുറച്ച് അറിയാമെങ്കിലും വലിയ ഷോ കാണിക്കും. ഇവർക്ക് ഈ ഷോയും ആഡംബരവും പടോടോപവും ഒന്നും ഇഷ്ടമല്ല. അവർ ക്വയറ്റായിട്ടിരിക്കും. അതുമാത്രമല്ല, അവർ ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഈ മൗന പാലിക്കാൻ നോക്കും. അതായത് ക്വയറ്റായിട്ടിരിക്കണം, ഒരുപാട് സംസാരിക്കരുത്, വളന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മൗനം ഇരിക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഇതിനൊക്കെ ഒരു തോന്നൽ വരണമെങ്കിൽ തന്നെ നമ്മളുടെ മൈൻഡ് മെച്യൂരിറ്റി, നമ്മുടെ സോൾ മെച്യൂരിറ്റി, നമ്മളുടെ പൊതുവേ ഉള്ള മെച്യൂരിറ്റി കൂടുതൽ വേണം. അപ്പോഴേ ഇതിനകത്തൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ. ഓക്കെ, അപ്പം അവർക്ക് ഈ അനാഹത ചക്രയിൽ നിന്നാണ് ഈ സ്പിരിച്വൽ ജേണി തുടങ്ങുന്നത്. ഈ സ്പിരിച്വൽ ജേണിക്ക് അപ്പം ആദ്യമായിട്ട് വേണ്ടിയത് എന്തുവാ? കുറച്ച് മെഡിറ്റേഷൻ തുടങ്ങും, അതിൻ്റെ കൂടെ മൗനമായിട്ടിരിക്കും, സൈലൻസും മെഡിറ്റേഷനും തുടങ്ങുന്നതാണ് ഈ 4ാമത്തെ കാറ്റഗറി അനാഹത ചക്രയിലുള്ളവർ. ഓക്കെ, റൈറ്റ്. അടുത്തത് വിശുദ്ധി ചക്ര. അപ്പോൾ ഈ വിശുദ്ധി ചക്രയിലുള്ളവർ അവർ ഇൻറ്റൻസീവ് മെഡിറ്റേഷനിൽ പോകും. അതായത് ഒരു ദിവസം 5 മണിക്കൂർ 6 മണിക്കൂർ മെഡിറ്റേഷനിലിരിക്കും, ഭയങ്കരമായിട്ട് സൈലൻസിലിരിക്കും, അനാവശ്യ ഗോസിപ്പും അതും ഇതും വേണ്ടാത്ത സംസാരവും ഒന്നും സംസാരിക്കത്തില്ല. അവർ കൂടുതൽ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് ഉള്ളിലോട്ട് പോകും, ഉള്ളിലോട്ട് നോക്കാൻ തുടങ്ങും. ഈ വെളിയിലുള്ള പരപരപ്പായിട്ടുള്ള ജീവിതത്തിനെ മാറ്റി ഈ ഫാമിലിയിലിരുന്നാൽ പോലും അവർക്ക് ഉള്ളിലോട്ട് അകത്തോട്ട് നോക്കാനാണ് അന്തർയാമി, അതായത് അകത്തോട്ട് നോക്കാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ. ഓക്കെ, അതാണ് വിശുദ്ധി. ഈ വിശുദ്ധി എന്ന് പറയുന്നത് എന്തുവാ? വിശുദ്ധി, അതായത് ശുദ്ധമാകും. അപ്പം ഒരുപാട് മനസ്സിലുള്ള വേണ്ടാത്ത അഴുക്കുകളെല്ലാം വെളിയിൽ പോയി ശുദ്ധമാകുന്നതിന് ഈ ഇൻറ്റൻസ് മെഡിറ്റേഷനും ഇൻറ്റൻസ് സൈലൻസും സഹായിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിശുദ്ധി ചക്ര ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, അടുത്തത് ആജ്ഞാചക്ര എന്ന് വെച്ചാൽ 3ാമത്തെ കണ്ണ്, നെറ്റിക്കണ്ണ്, ജ്ഞാനക്കണ്ണ്, ഇതൊക്കെ ഈ സ്ഥലത്തിലുള്ള ചക്രയ്ക്ക് ഉള്ള പേരാണ്. അപ്പം അതായത് 3rd ഐ, ഈ 2 ഐ അല്ലാതെ, ഈ 2 കണ്ണല്ലാതെ 3ാമത്തെ നെറ്റിക്കൺ തുറക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കുറച്ച് ആജ്ഞാചക്രയൊക്കെ ആക്ടിവേറ്റ് ആയവർക്ക് ഭയങ്കര പവറാണ്. ഭയങ്കര പവർ എന്ന് വെച്ചാൽ അവർക്ക് പവറുണ്ട്, പക്ഷെ അവർ ഷോ ഓഫ് ചെയ്യത്തില്ല. അവർ വെളിയിൽ എനിക്ക് വലിയ പവറാണെന്നൊന്നും പറയത്തില്ല. അവർ ഏറ്റവും സൈലൻ്റായിട്ടിരിക്കും. പക്ഷേ അവർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ആജ്ഞ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓർഡർ. രാജായുടെ മുമ്പിൽ നമ്മൾ പറയത്തില്ലേ ആജ്ഞ പോലെ, അവിടുത്തെ ആജ്ഞ പോലെ.
അപ്പോൾ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഓർഡർ. അപ്പോൾ എന്തുവാ ഓർഡർ? അതായത് സാധാരണ രീതിയിൽ ഈ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആയവർ ഒരു വാക്ക് പറഞ്ഞാൽ അത് 100% സത്യമായിരിക്കും. അതുമാത്രമല്ല അവരുടെ വാക്കായിരിക്കും അവിടുത്തെ ഓർഡർ. അവർ പറയുന്നതേ എല്ലാവരും കേൾക്കത്തുള്ളൂ. അതാണ് 6ാമത്തെ ലെവലിൽ. പിന്നെ അവർ വന്ന് മെഡിറ്റേഷനും ചെയ്യും, മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കാനും തുടങ്ങും. ഓക്കെ, അപ്പം തേർഡ് ഐ ആക്ടിവേറ്റ് ആകുമ്പോഴൊക്കെയാണ് അവർ മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കാനും തുടങ്ങുന്നത്. അപ്പം ഇത് ഈ ആജ്ഞാചക്രയെ ഗുരുചക്ര എന്ന് പറയും, സുദർശന ചക്ര എന്ന് പറയും, ഒരുപാട് പേരുകൾ പറഞ്ഞാണ് ഈ ആജ്ഞാചക്രയെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ഈ തേർഡ് ഐ ആക്ടിവേറ്റ് ആകുമ്പം അവർക്ക് ഈ ഫിസിക്കാലിറ്റിയെ കടന്ന് നോക്കാനുള്ള ശക്തി കിട്ടും. അത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലയോ, അതൊക്കെ അവർക്ക് കൈകൂടി വരും. ഓക്കെ, അവർ നല്ല ഉയർന്ന നിലയിലുള്ളവരാണ്. അടുത്തത് 7ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടെ എന്തുവാന്ന് വെച്ചാൽ അവർക്ക് ആജ്ഞാചക്ര അവരെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല അവർ ഓൾറെഡി ഈ മുക്തിപാതയിൽ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തുവാണോ സർവീസാണ് അവരുടെ മനസ്സിൽ. മറ്റവർക്ക് എങ്ങനെ സേവ ചെയ്യാം. അപ്പോൾ അവർ സ്വയം സേവ ചെയ്യാൻ ഒരുങ്ങും, മറ്റവരെ സേവ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഇത് എന്തുവാ, അവരൊക്കെയാണ് ഈ സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കെട്ടുന്നത്, ആശ്രമം കെട്ടുന്നത്, ആശ്രമത്തിനെ പരാമരിക്കുന്നത്, അതിലൊരു ലീഡറായിട്ടിരുന്ന് അതിനെ നോക്കുന്നത്, അതിൽ വരുന്ന ആൾക്കാരെ എല്ലാം സഹായിക്കുന്നത്, മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കുന്നത്, അവർ അങ്ങനെ ഉള്ളവരാണ്. അവർക്ക് ഞാൻ എനിക്ക് എന്നുള്ള ചിന്തയില്ല. അവർക്ക് എപ്പോഴും സർവീസ് ചെയ്യണം, സർവീസ് ചെയ്ത് മറ്റവർക്ക് കൊടുക്കണം. ഇതിൽ കുറച്ച് പകുതി എനിക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് വേണം, അല്ലെങ്കിൽ ഇത് ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ഈ സർവീസ് ചെയ്തത്. അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ലാതെ ചെയ്യുന്നവരാണ് 7ാമത്തെ കാറ്റഗറി. പിന്നെ അവർ എപ്പോഴുമേ അവരുടെ നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴുമേ വിറ്റ്നസ് കോൺഷ്യസ്നെസ്സിലിരിക്കും. ഈ വിറ്റ്നസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉയർന്ന ആത്മായുടെ സ്വഭാവമാണ് ഈ വിറ്റ്നസ് കോൺഷ്യസ്നെസ്. ഈ വിറ്റ്നസ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്തുവാ, അതായത് കാര്യങ്ങളെല്ലാം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്നു, ലോകത്തിൽ നടക്കുന്നത്, കുടുംബത്തിൽ നടക്കുന്നത്, അക്കം പക്കത്ത് നടക്കുന്നത് എല്ലാം അവർ കാണും. പക്ഷേ അതിലൊന്നിലും അവർ ഇൻവോൾവ് ആവത്തില്ല. ഈ താമരയിലെ വെള്ളമെന്ന് പറഞ്ഞ പോലെ അവർ എവിടെയും പെട്ടും പെടാതെയും തൊട്ടും തൊടാതെയും ഇരിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പം അവർ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ല, നീ ശരി നീ തെറ്റ് അങ്ങനൊന്നും അവർ പറയാൻ പോകുന്നില്ല. അവർ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇയാൾ ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്നു, അതെല്ലാം അവർക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അവർ വെറും വിറ്റ്നസ് കോൺഷ്യസ്നെസ്സിലിരിക്കും. ഓക്കെ, ഈ വിറ്റ്നസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഉയർന്ന ആത്മാവിൻ്റെ ഒരു ഗുണമാണ്. വെറുതെ നോക്കിയിരിക്കും, അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നിലും ഇടപെടത്തില്ല. അതാണ് 7ാമത്തെ കാറ്റഗറി. 8ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സാണ്. അവർക്കിനി 1-2 ജന്മങ്ങൾ എടുത്താൽ മതി. ആ 1-2 ജന്മങ്ങൾ കൂടെ അവർ ഭൂമിയിൽ ജനിക്കുന്നത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനും, മറ്റവർക്ക് ഒരു മഹാൻ രീതിയിൽ ജീവിച്ച് മറ്റവർക്കൊരു മാതൃകയായിട്ട് ഇരിക്കാനായിട്ടാണ് അവർ ലാസ്റ്റ് 1-2 ജന്മങ്ങൾ ഇവിടെ ജനിക്കുന്നത്. ജനിക്കും, അവർ കുറേ മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കും, സർവീസ് ചെയ്യും, മറ്റവരെ പ്രോത്സാഹിപ്പിക്കും, സർവീസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. പിന്നെ അവർക്കെന്ത് വേണോ, എപ്പോഴും ഹാപ്പിനെസ്സാണ് അവരുടെ മുഖത്ത്. ഈ ഗൗതമ ബുദ്ധയുടെ മുഖത്ത് ഇത്രയും വശീകരിക്കുന്ന ഒരു തേജസ് കാണുന്നു എന്ന് പറയില്ലേ, ഈ 8ാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് എപ്പോഴും മുഖത്ത് അങ്ങനെ ഒരു തേജസ് കാണും. അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യുന്നു എന്നുള്ള സ്വഭാവമേ ഇല്ല. പൊതുവേ ആരാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ എടുത്താൽ കൊച്ചു കുട്ടികളാണ് ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അമ്മ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, എന്നാലും അവർ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുക. അമ്മ ഇവളെന്നെ പിച്ചി, അമ്മ ഇവളെന്നെ നോക്കുന്നില്ല, അമ്മ ഇവളെൻ്റെ അടുത്ത് കട്ടിയിട്ടു.
ഇങ്ങനെയൊക്കെ ചെറിയ 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 കാര്യങ്ങളെല്ലാം കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് ഈ കൊച്ചുങ്ങളുടെ സ്വഭാവം. വലിയവർക്കും ഇത് ഒരുപാട് ഉണ്ട്. തൊട്ടേനും പിടിച്ചതിനുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, തൊട്ടേനും പിടിച്ചതിനുമൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുക, അതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു മെച്യൂരിറ്റി ഇല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. സദാസർവകാലവും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ 8ാമത്തെ കാറ്റഗറിക്ക് ഉണ്ടല്ലോ, ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഓൾമോസ്റ്റ് അവർ എൻലൈറ്റൻഡ് ആണ്. ഈ എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സിന് കംപ്ലയിൻറ്റേ ഇല്ല. അതുമാത്രമല്ല, അവർ എപ്പോഴും ഹാപ്പിയാണ്, എപ്പോഴും ഹാപ്പിയാണ്. അതുമാത്രമല്ല, അവർക്ക് മറ്റവരുടെ എല്ലാവരെയും കാണുമ്പോഴും അവരുടെ ജീവാത്മായാണ് മറ്റേ എല്ലാ ആത്മാക്കളും. ഞാൻ തന്നെയാണ് അത് തന്നെയാണ് ഞാൻ എന്നുള്ള മേർജ്ഡ് കോൺഷ്യസ്നെസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഐ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ഒരു അവയർനെസ്. ഈ ഐ കോൺഷ്യസ്നെസ് പ്രപഞ്ചത്തിൻ്റെ കൂടെ ഒന്നിച്ച് കലക്കുമ്പം അപ്പോൾ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഞാൻ തന്നെ ആ ഒരു സ്റ്റേജിൽ വരും. അതാണ് 5ാമത്തെ കോശായിലുള്ളത്, ബ്ലിസ്ഫുൾ ബോഡി. ആ സ്റ്റേജാണ് 8ാമത്തെ സ്റ്റേജ്. ഓക്കെ, അപ്പം ലെവൽ ഇപ്പോൾ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ലെവൽ വരെ, അതായത് ഇൻഫൻറ്റ് സോൾ, ബേബി സോൾ, യങ് സോളിന് മെഡിറ്റേഷനിലൊന്നും ഇൻട്രസ്റ്റേ കാണത്തില്ല. അവരിനി എത്ര ജന്മങ്ങളെടുത്താൽ മെച്യൂരിറ്റി വരും എന്നുള്ളത് നമുക്കേ അറിഞ്ഞൂടാ, അവർക്കും അറിഞ്ഞൂടാ. അത്രയ്ക്ക് അവർ വളരണം. 4ാമത്തെ ലെവലിൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും, സൈലൻസിലിരിക്കാൻ തുടങ്ങും. 5ാമത്തെ ലെവലിൽ മെഡിറ്റേഷനും സൈലൻസും ഇൻറ്റൻസീവായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യും. 6ാമത്തെ ലെവലിൽ അവർ മെഡിറ്റേഷനിൽ പഠിപ്പിക്കാനും തുടങ്ങും. അവർ മെഡിറ്റേഷൻ സ്വയം ചെയ്യും, ജൂനിയർ ടീച്ചേഴ്സിൻ്റെ കൂട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ, പിന്നെ 6ാമത്തെ ലെവലാണ് ജൂനിയർ ടീച്ചർ ഓഫ് മെഡിറ്റേഷൻ. 7ാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പലിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ അവർക്ക് അത്രയും മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ ഫലം അറിയാം, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് മറ്റവർക്ക് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, പിന്നെ 8ാമത്തെ ആണ് ഈ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്തുവാ? വണ്ണസ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ഞാനും ഈ പ്രപഞ്ചവും ഒന്ന്. അപ്പോൾ ഈ വണ്ണസ് കോൺഷ്യസ്നെസ്സിനെ സ്പിരിച്വാലിറ്റിയിൽ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറയും, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയും, ബുദ്ധ കോൺഷ്യസ്നെസ് എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ കൃഷ്ണനും ജീസസ് ക്രൈസ്റ്റും ബുദ്ധയും വേറെ പല മഹാന്കളും ഈ 8ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. അവർക്ക് എല്ലാം ഒന്നാണ്, ഞാൻ വേറെ നീ വേറെ അല്ല, അങ്ങനത്തെ ഒരു മനോഭാവം. ഇതാണ് എൻ്റെ ഗുരുനാഥൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഈ 8 ലെവലിലായിട്ട് പിരിക്കാം. അപ്പം ഇത് സോൾ എവല്യൂഷൻ, സോളിൻ്റെ മെച്യൂരിറ്റിയും ഈ ചക്രാസിൻ്റെ ആക്ടിവേഷനും ഒരുപാട് കണക്ഷനുണ്ട്. അപ്പം ഇത്രയും നമ്മൾ ഇന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു കാരണം കൊണ്ടും നീ ഇൻഫൻറ്റ് സോളാ, നീ മെച്യൂർഡ് സോളാ, അങ്ങനൊന്നും ആരെയും നമ്മൾ പറയരുത്. പക്ഷേ അവരുടെ ബിഹേവിയർ വെച്ച് നമുക്ക് മനസ്സിലാകും. അതിനൊക്കെയാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മളും ഏത് ലെവലാന്ന് തല പുണ്ണാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇനി ഉയർന്ന നിലയ്ക്ക് പോകണം എന്നുള്ള ഒറ്റ ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അപ്പം മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കും.